ദശകം 88 സന്താനഗോപാലം. സന്താനഗോപാലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കഥകൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, അമ്മയുടെ മരിച്ചുപോയ 6 കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കൽ. 2, ശ്രുതദേവനെയും ബഹുലാസിനെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. ആദ്യം അമ്മയുടെ മക്കളെ, അതായത് തൻ്റെ അനുജന്മാരെ കൊണ്ടുവന്ന് കൊടുക്കൽ. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയ. എപ്പോൾ ഗുരുകുലത്തിൽ നിന്ന് വന്നുവോ ദേവകി മനസ്സിലാക്കി കൃഷ്ണൻ ഗുരുവിൻ്റെ പുത്രനെ യമലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തു. പുനർദത്തനെ മാതാപിതാക്കൾക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു എന്ന് കേട്ടു. അപ്പോൾ മരിച്ചവരെ പോലും കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് കൃഷ്ണൻ. എൻ്റെ മകളെ ഒന്ന് കാണണം കേട്ടോ, എല്ലാവരും ഒന്ന് കാണണം. കൃഷ്ണ നീ വന്ന പറയേ എന്നെ. തീർച്ചയാക്കി. പക്ഷെ കൃഷ്ണനെ കണ്ടാൽ മറക്കും. അങ്ങനെ എത്രയോ കൊല്ലം കഴിഞ്ഞു. സമന്തപഞ്ചകത്തിൽ വെച്ച് ആ മഹർഷിമാർ കൃഷ്ണൻ്റെ മാഹാത്മ്യത്തിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞപ്പോഴാണ് ഉന്നോട് ഞാൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കളെ ഒന്ന് കാണാമായിരുന്നല്ലോ. ആചാര്യപുത്രാഹൃതി നിശമനയ. ആചാര്യൻ സാന്ദീപനി മഹർഷി അദ്ദേഹത്തിൻ്റെ പുത്രനായ പുനർദത്തനെ യമലോകത്തിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നിശമനയ കേട്ടതുകൊണ്ട് പ്രാഗേവ, പണ്ട് തന്നെ, അതായത് കൃഷ്ണന് 12 വയസ്സായിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ സമന്തപഞ്ചകത്തിലാകുമ്പോൾ 75 വയസ്സോളമായി. അതുവരെ കൃഷ്ണനെ കണ്ടാൽ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ കൃഷ്ണനെ കണ്ടാൽ മറക്കും. അതാണ് ഭഗവാന്റെ മായ. ഇങ്ങനെയാണ് ഭഗവാൻ മായ പ്രയോഗിക്കുന്നത്. എന്താഗ്രഹം? സ്വീയഷൽ സൂനു വീക്ഷം. തൻ്റെ ആ 6 പുത്രന്മാർ ഒന്ന് കാണണം. കാംക്ഷന്യാഹ. അത് വല്ലാത്തൊരാഗ്രഹം. കൃഷ്ണനെ വിളിച്ചു. സമന്തപഞ്ചകത്തിന് കേട്ട ഉടനെ, വന്ന ഉടനെ കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണ, ഇതൊരാഗ്രഹമുണ്ട്. അയ്യോ അമ്മ എന്താ എത്ര കാലം പറയാതിരുന്ന? ഭഗവാന്റെ മായയെ ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ആ സമയത്ത് എത്തുമ്പോൾ അങ്ങോട്ട് മറക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കാംക്ഷന്യാഹ മാതുഹു ഉക്തിയ. കാണണമെന്ന് ആഗ്രഹിച്ച ആ അമ്മയുടെ വാക്കനുസരിച്ച് സുതലഭുവി, സുതലത്തിലാണ് ആ കുട്ടികൾ. അവിടെ സുതലത്തിൽ ഇപ്പോൾ ബലിയാണുള്ളത്, മഹാബലി. പ്രഹ്ലാദൻ കാവലായിട്ട്, അല്ല വാമനൻ കാവലായിട്ടുണ്ട്. സുതലഭുവി ബലിം പ്രാപ്യ. സുതലത്തിൽ മഹാബലിയെ സമീപിച്ച് മഹാബലിയോട് വിവരം പറഞ്ഞു. റെക്കോർഡുകളൊക്കെ അവിടെ ഉണ്ടാവും. എല്ലായിടത്തും നോക്കി, കുട്ടികളെ തരാമല്ലോ. എന്താണ് പേര്? കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനാഖ്യൻ, മൃദു, സമാദനൻ, ഭദ്രൻ. കീർത്തിമാനെ കംസന് കൂടി കൊടുത്തതാണ്, അവിടുന്ന് അടിച്ചു കൊന്നു. പിന്നെ സുഷേണൻ, ഭദ്രസേനാഖ്യൻ, മൃദു, സമാദനൻ, ഭദ്രൻ. ഈ 6 പേരെ മഹാബലിയോട് പറഞ്ഞ് മഹാബലി ആ ജീവാത്മാക്കളെ, അപ്പം അതേപോലെയാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. മരിച്ചു എങ്ങനെയുണ്ടോ ആ രൂപത്തിൽ തന്നെയാണ്.
വളർച്ചയൊന്നുമില്ല അവിടെ. തേനാർപ്പിതാസ്ത്വം, അവരാൽ അദ്ദേഹത്താൽ അർപ്പിക്കപ്പെട്ട, ബലിയാൽ അർപ്പിക്കപ്പെട്ട ആ കുട്ടികളെ ത്വം ഭഗവാൻ, ഈ കുട്ടികളെ ആരാണ്? അതാ പിന്നീടാണ് പറയുന്നത്. ധാതുശാപാത്, ബ്രഹ്മാവിൻ്റെ ഒരു ശാപം മൂലമാണ് ഇവർ ഈ യാത്ര, ജീവിതയാത്ര തുടങ്ങേണ്ടി വന്നത്. ഇവർ വാസ്തവത്തിൽ ആരായിരുന്നു? പൂർവപുത്രാൻ മരീചേഹേ, ഒടുകൊണ്ടാണ് പറയുന്നത്. മരീചിയുടെ 6 പുത്രന്മാരാണ്. മരീചിക്ക് ഊർണ എന്ന പത്നിയിൽ ഉണ്ടായ പുത്രന്മാരാണിത്. നമുക്ക് കശ്യപനെ അറിയാം, മരീചിയുടെ പുത്രൻ. അത് സംഭൂതി എന്നു പേരായ പത്നിയിലുണ്ടായതാണ്. ഇത് ഊർണ എന്നു പേരായ പത്നിയിലുണ്ടായ 6 കുട്ടികൾ. അവരുടെ പേര് സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്, ഗൃണി. ഇതാണ് അവരുടെ പേര്. സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്, ഗൃണി. നമ്മൾ ഈ പുസ്തകം, നമ്മുടെ നാരായണീ പുസ്തകം ഉള്ളവരുടെ ഇതുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് പേരുകൾ മുമ്പ് എഴുതിയതിൽ ഉണ്ട്. ഈ എന്താ ഈ 6 പുത്രന്മാർക്ക് പറ്റിയ തെറ്റെന്താണ്? ബ്രഹ്മാവ് എപ്പോഴാണോ സരസ്വതിയെ സൃഷ്ടിച്ചത്, സരസ്വതിയുടെ മോഹന രൂപം കണ്ട് കാമാന്തനായി തീർന്നു. സരസ്വതിയുടെ പിന്നാലെ പോയി. അപ്പോൾ സരസ്വതി ഒരു മാനായിട്ട് ഓടി, അപ്പോൾ ഇദ്ദേഹം മാനായിട്ട് ഓടി, പിന്നാലെ ഓടി. അപ്പോഴാണ് ദക്ഷനും സനകൻ മുതലായവരെ പറഞ്ഞു, അച്ഛാ ഈ ചെയ്യുന്നത് തെറ്റാണ്. മുമ്പുള്ള ഒരു ബ്രഹ്മാവും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇത് അധർമ്മമാണ്. ഇനി വരാൻ പോകുന്ന ബ്രഹ്മാക്കളും ഇങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് അച്ഛൻ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് അവർ പറഞ്ഞപ്പോഴാണ് പിന്മാറുന്നത്. പക്ഷെ എപ്പോൾ ഈ സരസ്വതിയുടെ പിന്നാലെ ഓടിയോ, അപ്പോൾ ഈ 6 കുട്ടികൾ, മരീചിയുടെ ഈ 6 കുട്ടികൾ ചിരിച്ചു. അവർ കളിയാക്കി. അപ്പോൾ അവരെ ശപിക്കുകയാണ്, നിങ്ങൾ അസുരന്മാരായി പോകട്ടെ. ഇതൊക്കെ ഇതിൻ്റെ വല്ലാത്ത തത്വങ്ങളാണ്. അതാണ് എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് സരസ്വതിയുടെ പിന്നാലെ പോയത്. സരസ്വതിയാണ് വാഗ്ദേവത. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് എല്ലാ ജ്ഞാനവും വരുന്നത്. വേദങ്ങൾ, പുരാണങ്ങൾ എല്ലാം വരുന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. അപ്പോൾ വാഗ്ദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ബ്രഹ്മാവിനത് പറയാൻ സാധിക്കുള്ളൂ. അതാണ് അതിൻ്റെ പിന്നിലുള്ള തത്വം. അതാർക്കും അറിയില്ല. എന്തായാലും ദക്ഷനും സനകാദികളും പറഞ്ഞപ്പോൾ ഉടനെ അതിൽ നിന്ന് മാറി ആ ദേഹത്തിനെ ത്യജിച്ചു. അതിനെ ത്യജിച്ചു. ഭാഗവതം പറയുന്നു അത് മഞ്ഞായി, ഇരുണ്ട മഞ്ഞ വരില്ലേ, അടുത്തുള്ള ആളെ കാണാൻ സാധിക്കാത്ത വിധത്തിൽ മഞ്ഞുണ്ടാവും ചിലപ്പോൾ. നമ്മുടെ ഇവിടെ അത്രയില്ല, ഡൽഹി ആ ഭാഗത്തൊക്കെ പോയാൽ ഉണ്ട്. ആ മഞ്ഞായിപ്പോയി എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം വേറെ രൂപം, അദ്ദേഹം എത്ര രൂപമാണ് വേണമെങ്കിൽ രൂപം സ്വീകരിക്കാം, വേറെ രൂപം സ്വീകരിച്ചു. പിന്നീടാണ് സരസ്വതിയെ വിവാഹം ചെയ്യുന്നത്. ധാതുശാപാത്. അങ്ങനെ ഈ കുട്ടികൾ ചിരിച്ചതായ സമയത്ത്
ദക്ഷിണം സനകനും അച്ഛനോട് സ്നേഹത്തോടെയാണ് പറഞ്ഞത്. അച്ഛാ ചെയ്യുന്നത് ശരിയല്ല, അധർമ്മമാണ് എന്ന് പറഞ്ഞു. ഇവരതല്ല, കളിയാക്കി ചിരിച്ചു. അപ്പം നിങ്ങൾ അസുരന്മാരായി പോകട്ടെ. അങ്ങനെ അസുരന്മാരായത് ആരുടെ? ഹിരണ്യകശുവിൻ്റെയാണ്. ഹിരണ്യാന്വിത കശു ഭവാൻ, ഹിരണ്യകശുവിൻ്റെ മക്കളായി. പേര് പറഞ്ഞിട്ടില്ല അവിടെ. അതാണ് ഹിരണ്യകശുവിൻ്റെ മക്കളായി. അവിടുന്ന് വേഗം തന്നെ ഭഗവാൻ അവർക്ക് മോക്ഷം കൊടുത്തു. അങ്ങനെയാണ് ശൗരിജാൻ വസുദേവരുടെ പുത്രന്മാരായി. ആ 6 പുത്രന്മാരെയും കംസൻ അടിച്ചു കൊന്നു. കംസഭഗ്നാൻ, കംസനാൽ പൊട്ടിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. അനീയൈനാൻ, ആ 6 പുത്രന്മാരെ യമലോകത്തിൽ നിന്ന് കൊണ്ടുവന്നു. പ്രദർശ്യ, അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. കുട്ടികൾ അമ്മയുടെ മടിയിലിരുന്നു, അമ്മീഞ്ഞ കുടിച്ചു. അങ്ങനെ പറഞ്ഞയക്കുന്നു 6 പേര്. പ്രദർശ്യ സ്വപദമനയഥാഹ, അവരുടെ സ്ഥാനം ദേവലോകമാണ്. ദേവന്മാരാണ്, മരീചിയുടെ പുത്രന്മാരല്ലേ, അപ്പോൾ ദേവന്മാരാണ്. അവിടുന്നാണ് വന്നത്. ആ സ്വപദത്തിലേക്ക്, ദേവലോകത്തിലേക്ക് അവരെ അയച്ചു. ഇതാണ് കഥ. ഇവിടെയൊക്കെ ആചാര്യന്മാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവകി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കുട്ടികളെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഇനി അവർ കൂടെ ഇരിക്കണമെന്ന് വരില്ലേ? ആഗ്രഹം ഉണ്ടാവില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹങ്ങൾ കൂട്ടിയെടുക്കുന്നത്. ഒന്നിലും ആഗ്രഹം വയ്ക്കാത്ത ഒരവസ്ഥ വരണം. ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ പറയുന്നതാണ്, വിഹായ കാമാൻ യസ് സർവാൻ, എല്ലാ ആഗ്രഹങ്ങളും വിടൂ. അവരെ അന്ന് കംസൻ അടിച്ചു കൊന്നത് അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഇവിടെ എന്തെന്ത് ഈ ഭൂമിയിൽ സംഭവിക്കുന്നുവോ അത് ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സമാധാനിക്കണം. ഇതിപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞു, ഉടനെ അവർ പോയി, ദുഃഖമുണ്ടാവില്ലേ? അപ്പോൾ ആഗ്രഹങ്ങളെ കഴിയുന്നത്ര ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ആഗ്രഹത്തിനെ സാധിപ്പിച്ചു. ആ കുട്ടികൾ അവരുടെ സ്വപദം അനയഥാഹ, അവരുടെ ആ ദേവലോകത്തിലേക്ക് അവരെ നയിച്ചു. അവർക്ക് മോക്ഷം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ദേവലോകത്തിലെത്തിയല്ലോ, അതാണ്.